തമ്മിൽ തമ്മിൽ കാണുന്നുണ്ട് നാലും നാം രണ്ടാതേറെ കാലം പോയില്ലേ. 12 years ആയി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും. അടുപ്പിച്ച് FB-യിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആംഗ്ലമാരുണ്ടല്ലോ, അവര് പറയും നിങ്ങൾ ഡിവോഴ്സ് ആയാന്ന് ചോദിക്കും. പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ആദ്യം പ്രഗ്നൻ്റ് ആയി. പക്ഷെ അത് ഇതുപോലെ എല്ലാവരും വിചാരിച്ച പോലെ അത് പോയി. നമ്മൾ ഒരുപാട് കെയറൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പ്രഗ്നൻസി ആയത്. പക്ഷെ എന്തോ ദൈവം അതും തന്നില്ല. ലോകമെമ്പാടുമുള്ള സി കേരളം പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, വെൽക്കം ടു ബസിംഗ ഫാമിലി ഫെസ്റ്റിവൽ കോ-പവേർഡ് ബൈ ചുങ്കത് ജ്വല്ലേഴ്സ്. അടുത്ത ഒരു മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള കുറേ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഓരോ എപ്പിസോഡിലും ഇനി എന്താണ് എന്ന് നോക്കി നടക്കുന്ന നമ്മൾക്കായിട്ട് ഇത്തവണ ഗംഭീരമായ ഒരു ഓഡിയൻസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ട് ഗംഭീര ഫാമിലീസിനെയും ഒരു ഗംഭീര കയ്യടിയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് ഗെയിംസിലേക്കും എപ്പിസോഡിലേക്കും കാര്യങ്ങളിലായിട്ട് കിടക്കാം. തുടങ്ങിക്കോളൂ. എൻ്റെ പേര് സജീവ്. ഞാൻ ജവഹർ നവോദയ വിദ്യാലയ ഇടുക്കിയിൽ ഹിന്ദി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വൈഫ്. ഇതെൻ്റെ 2 മക്കള്. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ജീവ. ഏകദേശം നമുക്ക് തുടക്കം തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങുന്നുണ്ട്. വെരി ഗുഡ്. എൻ്റെ പേര് ജീവ. ഇതെന്റെ മൂത്ത മകള്, അത് 2ാമത്തെ മകള്. ഞങ്ങളും പേര് പറഞ്ഞില്ല. പ്രത്യേകിച്ച് പേരുകൾ പറയാൻ മടിയുള്ള ഒരു പ്രത്യേക ഫാമിലിയാണ്. എൻ്റെ പേര് എവ്ലിൻ. ഞാനിപ്പോൾ 12th കഴിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ പേര് ഇവാഞ്ചലിൻ. ഞാൻ 11th പഠിക്കുന്നു. എൻ്റെ പേര് സാബു. ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നു. ഫ്രസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് 2 കാഫേ ഉണ്ട്. ഇത് എൻ്റെ വൈഫ് സിമി. 2 മക്കളുണ്ട്. അവന് സേറ 11th, നദാനിയൽ അവൻ 6th പഠിക്കുന്നു. ഇവിടെയാണെങ്കിൽ പേരാണ് ആദ്യം പറയുന്നത്. ബാക്കി എല്ലാത്തിനേക്കാൾ ഞങ്ങൾക്കൊരു അവസരം ഒരു അവസരം പോലും തന്നില്ല. എല്ലാവരും പേര് ക്ലൂ കിട്ടിയില്ലോ ഇവിടെ പറഞ്ഞപ്പോ ഇത് പറയണോ അങ്ങനെ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല. അപ്പൊ എന്തായാലും നമ്മുടെ എനർജിക്ക് പറ്റിയ ആൾക്കാരെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവരെ സ്വയം പരിചയപ്പെടുത്തിയെങ്കിലും ടെലിവിഷൻ ഓഡിയൻസിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, ഇവരുടെ പെർഫോമൻസുകൾ, ഗെയിം എല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. ബസിംഗ ഫാമിലി ഫെസ്റ്റിവൽ കോ-പവേർഡ് ബൈ ചുങ്കത് ജ്വല്ലേഴ്സ്. പണ്ട് തുടങ്ങിയത് ആൾക്കാർ ഇങ്ങനെ, അയ്യോ നീ കറുത്തിട്ടാണ്. ജോസിന് 2 മക്കൾ, ഒരെണ്ണം വെളുത്തിട്ടാണ്, ഒരെണ്ണം കറുത്തിട്ടാണല്ലേ. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കളർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് സ്ഥാപിച്ചായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ആദ്യം പ്രഗ്നൻ്റ് ആയി. പക്ഷെ അത് ഇതുപോലെ എല്ലാവരും വിചാരിച്ച പോലെ അത് പോയി. നമ്മൾ ഒരുപാട് കെയറൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പ്രഗ്നൻസി ആയത്. പക്ഷെ എന്തോ ദൈവം അതും തന്നില്ല. വെൽക്കം ബാക്ക് ടു ബസിംഗ ഫാമിലി ഫെസ്റ്റിവൽ കോ-പവേർഡ് ബൈ ചുങ്കത് ജ്വല്ലേഴ്സ്. അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും തയ്യാറായി നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ റൗണ്ടിലേക്ക് പോവാം. റൗണ്ട് 1, ഇത്തിരി കുഞ്ഞൻ റൗണ്ട്. അപ്പോൾ ഈ ഇത്തിരി കുഞ്ഞൻ റൗണ്ടിൽ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ടാബിൽ 4 പ്രൊഡക്റ്റുകൾ വരും. 4 4 പ്രൈസുകളാണ്. അതിൽ ഏറ്റവും ചെറുത് ഇത്തിരി കുഞ്ഞിനെ പിടിച്ച് ആദ്യം പ്ലേസ് ചെയ്യുക, പിന്നെ ചെറുതിനെ പിടിച്ച് പിന്നെ പ്ലേസ് ചെയ്യുക. അങ്ങനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കുക. ഏറ്റവും ചെറിയ പ്രൈസ് ഏതാണോ അതാണ് ആദ്യം വെക്കേണ്ടത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
അങ്ങനെ രണ്ടുപേരും സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? ഓഹോ, അതെ, കുറെ സാധനങ്ങളൊക്കെ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം ചോദിച്ചപ്പോ എന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ടീമിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഈ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേ വലിപ്പം ചില ഐറ്റം കൂടുതൽ ചെറുത് ഉദ്ദേശിച്ച പ്രൈസ് ആണ് കേട്ടോ, സാധനത്തിന്റെ വലുപ്പമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജിപി രണ്ടുപേരും തെറ്റായില്ലേ? ആ അത് ശരിയാ. അയ്യോ, അതെനിക്ക് പണിയാണല്ലോ. അതെന്ത് ആ ഒരു പ്രതീക്ഷ വേണ്ട കേട്ടോ. ഏകദേശം ശരിയായവർക്ക് ഞങ്ങൾ കൊടുക്കും. പക്ഷെ സാർ എന്താണെന്നറിയോ, സാറിന് കുളമാവ് വരെ കൊണ്ടുപോകണ്ടേ, ഭയങ്കര പാടല്ലേ. അപ്പൊ കിട്ടണതൊക്കെ ഞങ്ങക്ക് തന്നിട്ട് പോകും. അങ്ങനെയാണ് വേണ്ട, ഞങ്ങൾ തോറ്റു. അപ്പോ വിജയ് ആരാണ് എന്നറിയാനുള്ള സമയമാണ്. ആൻഡ് ദ വിന്നർ ഈസ് സിബി സാബു ആൻഡ് ഫാമിലി. ഞങ്ങള് വിട്ടുകൊടുത്തതാ. അല്ലാതെ അവര് ഇത് മറ്റേ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അവിടെ വരെ കൊണ്ടുപോവാൻ. അടുത്ത റൗണ്ടിൽ ഇതന്നെ പറയണേ. അപ്പോ നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഓൾമോസ്റ്റ് 17,000 rupees വില മതിക്കുന്ന ഒരു ഫുഡ് പ്രോസസർ ആണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഈ ഫുഡ് പ്രോസസർ ഈ ഫ്ലോറിൽ എവിടെയോ ഉണ്ട്, നിങ്ങൾക്ക് പോയിട്ട് അത് എടുത്തുകൊണ്ട് വരാം. So congratulations. Thank you. ഇത് ഫുഡ് പ്രോസസർ, ഇത് എന്തൊക്കെയാണ് സംഭവം? ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ ഒരു ദിവസം വേണമല്ലോ. ഞാൻ കഫേയിലോട്ട് ഒരു പ്രൊസസ്സർ ഞാൻ പ്ലാൻ ഈയെടാ, അത് പൈസ കൊടുത്ത് മേടിച്ചാ മതി. ഇത് കളിച്ച് ഏകദേശം നേടിയ കാര്യങ്ങൾക്ക് സാധനം ഒരു എടുത്ത് തീരുമാനം ഞാൻ ഉണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇല്ല. ഇനി 4 നേരം ജ്യൂസ് കുടിക്കാം. ഇനി 4 അല്ല, നേരം ജ്യൂസ് സിമ്മി ജ്യൂസ് കുടിച്ചിട്ട് ഇപ്പൊ തന്നെ ആപ്പിൾ പോലെ ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, സമാധാനപരമായിട്ട് തല്ലി തീരുമാനിക്കൂ. ഇത് എവിടേക്ക്, കഫേയിലേക്ക് കൊണ്ടുപോകണോ വീട്ടിൽ കൊണ്ടുപോകണോ? എന്നിട്ട് പോയാ മതി അടുത്ത റൗണ്ടിലേക്ക്, അല്ലേ? നമ്മൾ എന്തിനാണ്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഈ എപ്പിസോഡ് തീരുമ്പോഴേക്കും നമുക്കൊരു ഉത്തരം നമുക്ക് കണ്ടെത്തണം. വീട് ഉത്തരം കണ്ടെത്താനൊന്നുമില്ല, വീട്ടിലേക്ക് തന്നെ. അതെ, കഫേ ആയ വീട്ടിലേക്ക്. മിക്കവാറും ഒന്നെങ്കിൽ വീട് കഫേ ആക്കി മാറ്റും, അല്ലെങ്കിൽ കഫേ ഒരു വീടാക്കി മാറ്റും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇല്ല കഫേക്ക് തന്നെയാണ്. ആദ്യ റൗണ്ട് ജയിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇവർ തല്ലി പിരിഞ്ഞു എന്നൊക്കെയുള്ള ന്യൂസ് കേൾക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ഫ്ലോറിലെ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രേക്ഷകരുടെ മത്സരമാണ്. ഇതേ മത്സരമാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്. ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യത്തെ റൗണ്ട് ഇവിടുത്തെ ഫ്ലോറിൽ അവസാനിച്ചെങ്കിലും ചില കീഴ്വഴക്കങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത റൗണ്ടിൽ നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? സമമായി പോകും. മൂന്നാമത്തെ റൗണ്ടിൽ ഒരു ടീമിനാണ് നമ്മുടെ ടീമായിട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുപേരും ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടിലാവരുത് എന്നുള്ളതുകൊണ്ട് തന്നെ അതാണ് ഞങ്ങളുടെ സൂപ്പർ ഗ്ലോബ്. സൂപ്പർ ഗ്ലോബിനകത്ത് ഒരുപാട് ടിക്കറ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അതിനകത്ത് പോയി ആ ടിക്കറ്റുകളൊക്കെ കളക്ട് ചെയ്യാം. ആരാണോ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് അവരായിരിക്കും മൂന്നാമത്തെ റൗണ്ട് അവരുമായിട്ട് മത്സരിക്കുന്നത്. സൂപ്പർ ഗ്ലോബിലേക്ക് പോകാൻ നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? കണ്ണട വെച്ച് മാറ്റണം. കാണാൻ പറ്റിയില്ലെങ്കിൽ കാണാൻ വന്ന ശരിയാണ്. അല്ല, കണ്ണടയുടെ ഇടയ്ക്കൊക്കെ കയറ്റി വെക്കാം ടിക്കറ്റ്സ്. അയ്യോ, നിങ്ങളുടെ ടീം സൂപ്പർ ഗ്ലോബിൽ പോകുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കണം. കണ്ണടയുടെ ഇടയിൽ കയറ്റി വെക്കാൻ പറ്റും. ഓ മൈ ഗോഡ്, അത് വേറെ തന്നെ തലത്തിലായി പോയി. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. And your time starts now. Time up. വരുന്ന ബസിംഗ എപ്പിസോഡിന്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ഹൈയസ്റ്റ് സ്കോറിംഗ് വ്യക്തിയായി മാറുന്ന ഒരു സംഭവമാണ്. ഇത് ഇതുവരെ ഒരാൾ ഉപയോഗിക്കാത്ത ടെക്നിക്കാണ്. അദ്ദേഹം ഇങ്ങനെ നിന്നു, ഇങ്ങനെ അങ്ങോട്ട് വെച്ചു, ഈ സാധനം അങ്ങോട്ട് പറന്നപ്പോ കിട്ടിയ ഫുൾ സാധനം എടുത്ത് ഉള്ളിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ ടിക്കറ്റുകളെ കാര്യമായിട്ട് പിന്നെ ഫുൾ ഷോ ആയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് സോ ഫാർ. താങ്ക് യു.
ഗെറ്റിംഗ് ബാക്ക് ടു യു. നിങ്ങൾ വെറുതെ അല്ല ഭാര്യ എന്നുള്ള ഷോയിലൂടെയാണ് നിങ്ങൾ ഫേമസ് ആവുന്നത്. അതിന് മുമ്പും അതിന് ശേഷമുള്ള ഒരു ലൈഫ്, ഹൗ വാസ് ഇറ്റ്? അത് ശരിക്കും വെറുതെ VAB1 മുമ്പും അത് കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം അതിന് മുമ്പ് വരെ ഒരു മനുഷ്യരെ നമ്മൾ അറിയാൻ പാടില്ലാതെ നിൽക്കുന്നൊരു ആൾക്കാരായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലോകം തന്നെ അറിയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മൾ ചെന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ലൈഫിൽ, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിരുന്നോ? അത് ഭയങ്കര ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതെന്താണ് ആ പറച്ചിലന്നെ പോയി ചേഞ്ചസ്? അങ്ങനെയല്ല, വെറുതെ ഭാര്യ എടുക്കും മുമ്പ് നമുക്ക് അറിയില്ല മര്യാദക്ക് നമുക്ക് ആ ചെറിയൊരു സൊസൈറ്റിയിൽ ജീവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ 3-4 ആൾക്കാർ അറിയുന്നു. പ്രത്യേകിച്ച് പേഴ്സണൽ, ഞാനൊന്നും ഒട്ടും തന്നെ കണ്ണും കൂടി എഴുതാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ പേഴ്സണലി ഭയങ്കരമായിട്ട് ഡെവലപ്പായി. പേഴ്സണലി തന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി. പിന്നെ കളർഫുള്ളായി, കുറച്ചും കൂടി കളർഫുള്ളായി. ഭയങ്കര ലൈഫ് തന്നെ കളർഫുള്ളായി. പബ്ലിക് ഓൺ ചെയ്യുമ്പോൾ അതിന് വേണ്ടി ഒരു റെസ്പോൺസിബിലിറ്റീസിലേക്ക് നിങ്ങൾ മാറി. സിമി അത് കഴിഞ്ഞിട്ട് സിമി ആ ഒരു ബ്ലോഗിങ്ങും പരിപാടിയായിട്ട് സിമി മുന്നോട്ട് പോയി. ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നേരെ തിരിച്ച് ബിസിനസ്സിലോട്ട് തന്നെ തിരിച്ചു വന്നു. 12 years ആയി അല്ലേ? 12 years ആയില്ലേ സാറേ? 12 years ആയി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കണ പോലെ ഇപ്പൊ ജീവിക്കണത്. ഇപ്പൊ ഞാനും സാബ്ചേട്ടനും കൂടെ അടുപ്പിച്ചൊരു 2 മാസം അടുപ്പിച്ച് FBയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആംഗ്ലമാരുണ്ടല്ലോ, അവര് പറയും നിങ്ങൾ ഡിവോഴ്സ് ആയാന്ന് ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും അടുപ്പിച്ചുള്ള ഫോട്ടോ കാണുന്നില്ല. അതിനല്ലേ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ഒരു വീട്ടിലത്തെ കാര്യം. നമ്മളൊരു തിരിച്ചറിവുണ്ടായി. കാരണം നമുക്കൊരു സ്പേസ്, നമ്മളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടെന്നുള്ളതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് തിരിച്ചറിഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിമീനെ ഞാൻ പല സ്ഥലത്തോട്ടും വിടില്ലായിരുന്നു. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകണ്ട, അത് ഞാൻ വരാം, അല്ലെങ്കിൽ നേരത്തെ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ കോൺഫിഡൻസ് ഇച്ചിരി കൂടുതലാണോ? ഒറ്റക്കൊക്കെ തിരുവനന്തപുരത്ത് പോകും, മഞ്ജുനെ കാണാൻ പോകും, കാർ ഓടിച്ചിട്ട് പോകും. വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ, ബ്ലാക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ട്രാവൽ. ബ്ലാക്കീസ് എന്താ അങ്ങനെ ഒരു പേര്? അത് കറമ്പികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും അതേ മഞ്ജു അതെ. അവളിപ്പോ വെളുത്ത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നെ ഇവരുടെ കൂട്ടത്തിൽ ആദ്യമൊക്കെ കൂട്ടുമായിരുന്നു. ഇപ്പൊ അവരെന്നെ ഔട്ടാക്കി. അവള് ബ്ലാക്ക് അല്ലല്ലോ. ബ്ലാക്ക് അല്ലല്ലോ, അത് കാരണം ഞാൻ ഭയങ്കര വെളുത്തിട്ടില്ലേ. അവളെപ്പോ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് അല്ലാത്തൊരു കുറവാണോ? അതാണ് ഞാൻ വെളുത്തിരിക്കുന്നത് കുറവാണോ? അല്ല, ഡ്രസ് മാറ്റിയിട്ടുണ്ട്. അത് പക്ഷെ എന്താണെന്നറിയും, ഞങ്ങൾ അങ്ങനെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കറുപ്പാണെന്ന് പറഞ്ഞ് എനിക്കും അതേ മഞ്ജുനും അതെ കുറേ ബോഡി ഷേമിങ് ഉണ്ടായിട്ടുണ്ട് ചെറുതിലെ തുടങ്ങി. ഞാൻ മമ്മിനോട് ചോദിക്കുമായിരുന്നു, എന്തിനാ മമ്മി കറുത്ത മനുഷ്യനെ കിട്ടിയത്, അതുകൊണ്ടല്ലേ ഞാൻ കറുത്തിരിക്കണമെന്ന് പറയും. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. പണ്ട് തുടങ്ങിയത് ആൾക്കാർ ഇങ്ങനെ, അയ്യോ നീ കറുത്തിട്ടാണ്. ജോസിന് 2 മക്കൾ, ഒരെണ്ണം വെളുത്തിട്ടാണ്, ഒരെണ്ണം കറുത്തിട്ടാണല്ലേ, അങ്ങനെയൊക്കെ. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ കളർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് സാബുചേട്ടൻ കൂടുതൽ കോൺഫിഡൻസ് വന്നത്. അല്ല, സാബുചേട്ടന് കറുത്ത പെൺപിള്ളേരായിരുന്നു ഇഷ്ടം. കേട്ടത് പെമ്പിള്ളേർ. അപ്പൊ എന്താണ് വ്ളോഗിംഗ് കണ്ടന്റ് എന്തൊക്കെയാ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് തോന്നണൊക്കെ ഞങ്ങൾ ചെയ്യും. ഇതെന്താ സംഭവം എന്നറിയോ? വേറെ ഒന്നുമല്ല, വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പിള്ളേരെ മാറ്റിട്ട് പോണം. കുറച്ച് കൂടുതൽ ദിവസം ഞാൻ വീട്ടിലിരുന്ന പിന്നെ അത് ചോദിക്കും, അമ്മ എന്താ ഇപ്പൊ വ്ളോഗിന് പോവാത്തത്? നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. എന്താണ് വ്ളോഗിന് പോവാത്തത് ചോദിക്കുമെന്ന് അമ്മ പറയുന്നു. ഒരാശ മാത്രം. ആ കാരണം വെച്ചാണ് പിന്നെ സ്ഥിരം പോകുന്നത്. എന്താണ് മകൻ ചോദിക്കും, എന്താണ് എന്നാലും മോന് വിഷമം പോലും വിചാരിച്ചു. സെലിബ്രിറ്റി പേരൻസ് ആണ്. എത്രത്തോളം അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇൻ സ്കൂൾസ്, ബാക്കി എല്ലാ സ്ഥലത്തും? ഞാൻ ഇൻസ്റ്റാഗ്രാമിലെല്ലാം സ്റ്റോറി ഇട്ടാല് ഇപ്പൊ ഫ്രണ്ട്സ് ചോദിക്കും ചേച്ചിയാണോന്ന്.
ഇവര് സൂപ്പർ ഗ്ലോബിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമല്ല മൊത്തത്തിലൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് മൊത്തം ഫാമിലി ഇത് എന്തോ ചതി നടന്നിട്ടുണ്ട്. ഇവര് ബസ്സിലേക്ക് വരുന്ന തലേ ദിവസം രാത്രി സാബു ബ്രോ മൊത്തം ഈ ടിക്കറ്റ് എങ്ങനെ എടുക്കണം എന്നായിരുന്നു. അവിടെയാണ് ബാക്കി എല്ലാരും പഠിപ്പിച്ചെടുത്ത് മോനെ നീ പറയണം ഞാൻ വ്ളോഗിങ്ങിന് പോയിട്ട് എന്താ ചോദിച്ചോണ്ടിരിക്കണെന്ന് മകളുടെ അടുത്ത് പറയുന്നു. മനസ്സിലായില്ലേ, നിങ്ങൾ അതിന്റെ തിരക്കിലായിരുന്നു. മനസ്സിലായില്ലേ, ഇവിടെ PR ബിൽഡിംഗ് വരെ പിള്ള മനസ്സിൽ കള്ളമില്ല. അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. എന്തായാലും നിങ്ങളുടെ ട്രെയിനിങ് ക്ലാസ്സും സെഷൻസ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അത് കൂടുതൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഒരു ദൃശ്യം എഫക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അവർ തിരിച്ചും മറിച്ചും പല ചോദ്യങ്ങളും ചോദിക്കും. പക്ഷെ എന്ത് ചോദിച്ചാലും ജിപ്പിച്ചാട്ട് എന്ത് ചോദിച്ചാലും ഇത് തന്നെ പറയണം എന്നാലാണ് മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോളുടെ കോർട്ടിലേക്ക് ഞാൻ പന്തിടുന്നു. നമുക്ക് ഇവർ രണ്ടുപേരും വെച്ചിട്ട് ഞാൻ ഒരു ക്വിസ് ചോദിക്കാം. ഈ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും കൂൾ? അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആളാരാണെന്ന് എനിക്കറിയാം, പക്ഷെ മറ്റാളാണ് പഠിപ്പിച്ചത്. മകൻ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അവൻ പപ്പ മോനാണ്. ഇയാള് മമ്മ മോളാണെന്ന് തോന്നുന്നു അല്ലേ? ആർക്കും എന്നെ വേണ്ട. ഓക്കെ, ഇന്നലെ രാത്രി ഇപ്പൊ നിങ്ങളിപ്പോ ബസിംഗ ഫ്ലോറിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞപ്പോ പപ്പ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഇന്നലെ രാത്രി കൊച്ചപ്പനെ കണ്ടിട്ടില്ല. അപ്പൊ വന്നപ്പോ 2 മണിയായി രാത്രി. ഇന്നലെ രാത്രി കൊച്ചപ്പനെ കണ്ടിട്ടില്ല. ആണോ? ഇന്ന് രാവിലെ കാണാൻ ഇവിടെ മൊത്തം ട്രെയിനിങ് ആയിരുന്നില്ലേ? ശരി, പപ്പയെ ഞാൻ വിട്ട് എന്തൊക്കെ പറയണം എന്ന് അമ്മ പഠിപ്പിച്ചു തന്നിരുന്നു. പറഞ്ഞായിരുന്നു, അത് പറഞ്ഞു കൊടുത്തോ? ധൈര്യമായിട്ട് ഇത് ഇക്കാര്യം പറയണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കാര്യം? എന്റെ ദൈവമേ, ഒരു കിഡിലം ഫാമിലിയാണ്. ബട്ട് ജോക്സ് അപ്പാർട്ട്, വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നത് ലൈഫിനെ ഇത്രയും മധുരമാക്കുന്നത് ഈ ഒരു ചിയർഫുൾനെസ് ആണ്, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ഈ ഒരു ക്യാമറയുടെ മുമ്പിലാണ്. അല്ലെങ്കിൽ ഭയങ്കര ടോം ആൻഡ് ജെറി കപ്പിളാണ് ഞങ്ങൾ. മുട്ടനിടിയാണ്. അതൊന്നും ഇവിടെ പറയണ്ടോ, നമ്മുടെ ടോപ്പിക് അല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്തിനൊക്കെയാണ് നിങ്ങൾ തല്ലുകൂടാറുള്ളത്? ഇവിടെ പറയാൻ പാടില്ല. അടൽസുള്ളി. അയ്യോ, ഓക്കെ. ഇത് 6:30 രാത്രി 12:30 ഷോ, അതുകൊണ്ട് നമ്മൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചു. സന്ധ്യാസമയത്ത് ഒരു വിളക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബസിംഗിയാണ്. ആ ഒരു സമയത്ത് ഞാനായിട്ട് ഈ ഒരു പാചകം ചെയ്യുന്നത് ശരിയല്ല. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ലൈവ്ലി. താങ്ക് യു സോ മച്ച്. പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ആദ്യം പ്രഗ്നൻ്റ് ആയി. പക്ഷെ അത് ഇതുപോലെ എല്ലാവരും വിചാരിച്ച പോലെ അത് പോയി. നമ്മൾ ഒരുപാട് കെയർ ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ പ്രഗ്നൻസി ആയത്. പക്ഷെ എന്തോ ദൈവം അതും തന്നില്ല. വെൽക്കം ബാക്ക് ടു ബസിംഗ ഫാമിലി ഫെസ്റ്റിവൽ കോ-പവേർഡ് ബൈ ചുങ്ക ജ്വല്ലേഴ്സ്. ഇവിടെ ആ സൂപ്പർ ഗ്ലോബിലുള്ള എല്ലാ ടിക്കറ്റുകളും പെറുക്കിക്കൊണ്ടായിട്ട് ഒരാൾ പറഞ്ഞിരുന്നു അത് എത്രയാണെന്ന് എണ്ണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എണ്ണി. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഇവിടെ വന്നിരുന്ന ടിക്കറ്റുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് 8, 14, 32, 63 എന്നൊക്കെ ഉള്ള ഈ ഒരു ടിക്കറ്റ് റേഞ്ചിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സാബു ബ്രോ കളക്ട് ചെയ്തിരിക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 174 ടിക്കറ്റ്സ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഹൈയസ്റ്റ് സ്കോർ ആണ്. വെരി ഇൻട്രസ്റ്റിംഗ് ഗെസ് ആണ്. 150യുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. 174 എന്നുള്ള ചെറിയ ടാസ്ക് അല്ല. ഇറ്റ്സ് വൺ ഓഫ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് സ്കോറിൽ ഒന്നാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ടാക്ടിക്. പ്രേക്ഷകർ ഇതിൻ്റെ ഇടയിൽ ഒരു ഗെയിം കളിച്ചിരുന്നു. അവരിൽ നിന്നും ആരാണ് വിജയിച്ചതെന്ന് അറിയാനുള്ള സമയമാണ്. അപ്പോൾ പ്രേക്ഷകർ മത്സരിച്ച പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ വിന്നർ ഈസ് തത്സമയം മത്സരിച്ചാണ് നിങ്ങൾ ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല 10 പ്രോത്സാഹന സമ്മാനം കൂടി ലഭിക്കുന്നതാണ്. ആമസോൺ നൽകുന്ന പ്രൈസ് വൗച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. ആർക്കാണ് ഈ സമ്മാനം കിട്ടിയത് അറിയാനായിട്ട് നിങ്ങൾ ബസിംഗ ആപ്പിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ റൗണ്ട് നിങ്ങൾക്ക് വളരെ വളരെ നിർണായകമാണ്. റെഡിയാണല്ലോ? റൗണ്ട് 2 ഒറ്റയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വരും. അതെല്ലാം ഫുൾ ടൈലുകൾ കൊണ്ട് മറച്ചിരിക്കുകയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈലുകൾ ഡിസപ്പിയർ ആവും. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയുന്ന പോലത്തെ ക്ലൂ നിങ്ങൾക്ക് കിട്ടും. താഴെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അടിയിൽ പോയ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. ആരാണോ ആദ്യം സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ. അപ്പോൾ 2 ടീമും റെഡിയാണല്ലോ? റെഡിയാണ്.
And your time starts now. എന്റെ പൊന്നോ, അതൊരു വല്ലാത്ത ക്ലോസ് മാച്ച് ആയി പോയി. ഇതിൽ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി പോയി. രണ്ടിലും നോക്കുമ്പോൾ സബ്മിറ്റഡ് മാത്രം കാണാനുണ്ട്. എന്തായാലും മില്ലി സെക്കൻഡ്സ് കൊണ്ട് ഈ റൗണ്ടിൽ വിജയായിരിക്കുന്നത് ജീവൻ സജീവൻ ഫാമിലി. അത്രയും മൈന്യൂട്ടായിട്ടാണ് നിങ്ങൾ, കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സബ്മിറ്റ് ആണ്. ഇവരാണോ എന്ന് മനസ്സിലാവാത്ത. സോ നിങ്ങൾ വിൻ ചെയ്ത പ്രൊഡക്റ്റ് എന്താന്ന് നോക്കണ്ടേ? ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് ഓൾമോസ്റ്റ് 22,000 rupees വർത്ത് വരുന്ന സാംസങ്ങിന്റെ ഗാലക്സി ടാബ് ആണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഈ ഫ്ലോറിൽ അതുണ്ട്, നിങ്ങൾ പോയി എടുക്കാം. അവിടെ ചോദിച്ച അതേ ചോദ്യം ഞാൻ ഇവിടെയും ചോദിക്കട്ടെ. 4 പേരിൽ ഇതാര് കൊണ്ടുപോകും? എന്തായാലും ഞങ്ങൾക്ക് രണ്ടാക്കും കിട്ടൂല. ഇവര് തമ്മിലുള്ള സ്നേഹനിധിയായ ചേച്ചി ആയതുകൊണ്ട് എന്റെ കുഞ്ഞാവയ്ക്ക് ഏത് ടിവിയില് ഇതൊക്കെ കാണിച്ച അവിടെ ചെന്ന് ഞാൻ ടിവിയിൽ അങ്ങനെ പലതും പറയും. മര്യാദക്ക് അതാണല്ലേ ബേസിക്കലി ഹോസ്റ്റലിൽ ഉപയോഗിക്കാൻ സമ്മതിക്കൂല, അതിനാണ്. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇതേ ഗെയിം തന്നെയാണ് പ്രേക്ഷകർ മത്സരിക്കാൻ പോകുന്നത്. കൃത്യമായി കണ്ടല്ലോ, പുതിയൊരു ഗെയിമാണ്. ആ സബ്മിറ്റ് ബട്ടൺ ആണ് എല്ലാം. അതോടൊപ്പം തന്നെ ശരി ഉത്തരമാണ് അതിലേറെ എല്ലാം. അതോടൊപ്പം തന്നെ ഫാസ്റ്റസ്റ്റ് സ്പീക്കറാണ് എല്ലാം. അങ്ങനെ എല്ലാം കൂടി എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സമ്മാനങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കണ്ണടയുടെ ഇടയിൽ ടിക്കറ്റ്. ആരാണ് വരാൻ പോകുന്നത്? കുഞ്ഞിനോട് ഇങ്ങനെ പറയാം, ടാബ് വേണമെങ്കിൽ 174 കടക്കണം. അത് ആ പറഞ്ഞില്ല. പിന്നെ 174 ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് എന്നെ വിടുക. ആരാണെങ്കിൽ വരൂ, ഒരാൾ പോയേ പറ്റൂ. All the best. And your time starts now. Time up. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതുവരെ ആ ഗ്ലോബ് പടി ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയ വേറൊരാളില്ല. 2 ടീമും മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. അതൊരു ഗംഭീര പരിപാടി കേട്ടോ. പക്ഷെ നോട്ട് ബാഡ്. നമുക്കിത് എണ്ണി നോക്കാം. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എണ്ണി വരട്ടെ. ടിക്കറ്റ് എണ്ണി വരുന്നവരെ നമുക്ക് സമയമുണ്ട്. 174 വെരി ഹൈ ടാസ്ക്. എളുപ്പമുള്ള ഒരു പരിപാടിയല്ല, എങ്കിലും യു ഹവ് ഡൺ എ ഡീസെന്റ് ജോബ്. താങ്ക് യു. സോ ഗെറ്റിംഗ് ബാക്ക് ടു യു. വെറുതെ അല്ല പറയുക, അഗെയിൻ 12 years ബാക്ക് അല്ലേ, 12 years ബാക്കിന് ശേഷം. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സിൽവർ സ്ക്രീനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പല ആളുകളും, എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സും പല രീതിയിൽ. സോ ഹൗ ഇസ് ലൈഫ്? എങ്ങനെ പോകുന്നു അതിന് ശേഷമുള്ള ജീവിതം? ഞാനൊരു അധ്യാപകനാണ്. നമ്മുടെ കുറേ ലിമിറ്റേഷൻസ് ഇങ്ങനെ നേരത്തെ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളൊരു ടീച്ചർ എന്ന രീതിയിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റി. പിന്നെ കുളമാവെന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. മൊത്തം പോപ്പുലേഷൻ ഒരു 3000 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കുളമാവിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു വലിയ മാറ്റമായിരുന്നു അത് കഴിഞ്ഞിട്ട്. കാരണം നമ്മൾ പുറത്തേക്ക് പോകുന്നതാണെങ്കിലും ആളോട് സംസാരിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വഭാവത്തിലും
മറ്റുള്ളവർ ഇടപെടുന്ന രീതിയിലൊക്കെ ഒരു നമ്മൾ കുറച്ചുകൂടി കെയറായി. ഒരു പബ്ലിക് റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മൾ എല്ലാവരും ബഹുമാനത്തോടെ, കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ കുറച്ചൊരു കമ്മ്യൂണിറ്റിയിൽ മാത്രം അറിയപ്പെട്ടപ്പോൾ എല്ലാവരും സജീവ മാഷായിട്ട് മാറി. ഷോയിലും അങ്ങനെ തന്നെയാണ് മാഷ് എന്നുള്ള. അതൊരു വലിയ സംഭവമായിരുന്നു. പിന്നെ ജീവ അത് കഴിഞ്ഞിട്ടാണ്, കാരണം ജീവ അതിനു മുമ്പ് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുമ്പോൾ പരിപാടിയെ പങ്കെടുക്കുമെങ്കിൽ പോലും ഒരു പ്രൊജക്ഷൻ കിട്ടിയത് യുവർ ജലപായതിനു ശേഷമാണ്. സീരിയലിൽ അഭിനയിക്കാനായിട്ട് പറ്റിയ സിനിമയിൽ വരുന്നു. പിന്നെ മക്കൾ രണ്ടുപേരാണെങ്കിലും അവർ അന്ന് തീരെ കുഞ്ഞുങ്ങളായിരുന്നു. 12 വയസ്സ് മുമ്പ് ഒന്ന് ആലോചിച്ചു പോയി. അവർക്ക് 18 വയസ്സാണ്, അവർക്ക് 16 വയസ്സാണ്. അപ്പോൾ 12 വർഷം മുമ്പ് അവർ എത്രത്തോളം കുഞ്ഞായിരുന്നോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ ഫാമിലി മൊത്തം എന്താ പറയുക, ഒരു അതായിരുന്നോ നിങ്ങളുടെ മോട്ടിവേഷൻ ടു ഗെറ്റ് ഇൻ ടു ഉയരയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്? അത് നമുക്ക് ഏറ്റവും സന്തോഷമായൊരു സംഗതിയാണ്. പിന്നെ വേറൊരു സംഗതിയും കൂടിയുണ്ട്. ഇതിപ്പോൾ ഞങ്ങളെ മൂത്ത മകളായിട്ടായിരിക്കും JP കാണുന്നത് അല്ലേ. ഇത് ശരിക്കും ഞങ്ങളുടെ 3ാമത്തെ മകളാണ്. 18 വയസ്സ് കഴിഞ്ഞ സമയത്ത് തന്നെയാണ് എൻ്റെ കല്യാണം ആയിരുന്നത്. അതായത് ഡിഗ്രി. വയസ്സിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഭയങ്കര പ്രശ്നം നടക്കും. എപ്പോഴും പറയും 18 വയസ്സിൽ കല്യാണം കഴിച്ചു, സാറിന് ഇത്ര വയസ്സുണ്ട്. ശരിക്കും സത്യത്തിൽ എന്താ സംഭവിച്ചത് കണ്ട? ഇല്ല, ഞാൻ എപ്പോഴും അന്ന് ഷോയില് ജീവ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു വന്നു, ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു പോയി. അത് നമ്മുടെ ഈ സാബു ഉൾപ്പെടെയുള്ളവരിങ്ങനെ കൊന്നിട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ വേറെ കോമഡി എന്താണെന്നറിയോ, 10 വയസ്സ് ഡാഡിനും മൂത്തെന്ന് പറഞ്ഞാലും കാണാൻ ഇപ്പോഴും ഡാഡോ യങ്. അത് ഞാനും സമ്മതിച്ചു. എന്താണല്ലേ സാറ് നമ്മളിങ്ങനെ നമ്മളോ? പക്ഷേ 10 വയസ്സിലുള്ള വ്യത്യാസം എന്നൊക്കെ പറയുന്നത് പണ്ട് വളരെ സ്ഥിരമായിട്ടുള്ള സമൂഹത്തിൽ വളരെ സ്ഥിരമായിട്ട് നടക്കുന്നത്. ഞാനത് എപ്പോഴോ എന്റെ വായെന്ന് അറിയാതെ വന്നു പോയി. എന്ത് ചെയ്യാ, അതോടുകൂടി എനിക്ക് നമ്മൾ പറയില്ലേ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഷോയില്. പിന്നെ നമ്മള് വിഷയത്തിൽ മാറിപ്പോയി. ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്താണ് കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 വർഷം കഴിഞ്ഞിട്ടാണ് ഇവള് ഉണ്ടാവണേ. ഞാൻ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനുള്ള ഒരു ഇതൊന്നും ആയില്ല. പക്ഷെ ആൾക്കാർക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്താ കൊച്ചുണ്ടാവാത്ത എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ ടെൻഷൻ. നമ്മുടെ കാരണവന്മാര് വീടുകളിലൊക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വെറുതെ നടക്കണ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സഹിച്ചെന്നിരിക്കില്ല. അപ്പോൾ ഒരു ചോദ്യം എപ്പോഴും ഉണ്ട്, എന്താ വിശേഷമൊന്നും ആയില്ലേ. നമ്മളത് പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിരുന്നു. പക്ഷെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ആദ്യം പ്രഗ്നൻ്റ് ആയി. പക്ഷെ അത് ഇതുപോലെ എല്ലാവരും വിചാരിച്ച പോലെ അത് പോയി, മിസ്കാരേജ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്താ പറഞ്ഞ 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി. നമ്മൾ ഒരുപാട് കെയറൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പ്രഗ്നൻസി ആയത്. പക്ഷെ എന്തോ ദൈവം അതും തന്നില്ല. ഉണ്ടായപ്പോൾ തന്നെ അവൾക്ക് ബ്രീത്ത് കിട്ടുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയായിരുന്നു കേട്ടോ. അത് ബ്രീത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം വെന്റിലേറ്ററിലുണ്ടായിരുന്നു. പിന്നെ അവസാനം നമുക്ക് ജീവിതത്തിൽ വളരെ എന്താ പറയുക, ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു. ഡോക്ടർ നമ്മളെ വിളിച്ച് ഇങ്ങനെ പറയുന്നു, ഒരു കൗൺസിലിംഗ് പോലെ പറയുകയാണ്, ഞങ്ങൾ മാക്സിമം നോക്കി, പക്ഷേ കുട്ടിക്ക് ബ്രീത്ത് നിൽക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു പീഡിയാട്രിക് സർജറി ഒന്നും പറ്റിയ സമയമല്ല. സജീവം ഒന്ന് ഒപ്പിട്ട് തരികയാണെങ്കിൽ വെന്റിലേറ്റർ നമുക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ജീവ ശരിക്കും കുട്ടിയെ കണ്ടിട്ടില്ല. കാരണം MAJ ഹോസ്പിറ്റൽ എടപ്പള്ളിയിലായിരുന്നു പ്രസവം നടന്നിരുന്നത്. അപ്പോൾ പീഡിയാട്രിക് സർജൻ അന്ന് നമ്മുടെ PAVസിലുള്ളൂ. അപ്പോൾ ഞാനും ജിയോയുടെ ബ്രദറും ഒക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഇവള് MAJ തന്നെയായിരുന്നു. കുട്ടി മരിച്ച വിവരം തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അറിയിച്ചത്. കാരണം അവളുടെ ഹെൽത്ത് കൂടി നോക്കണമല്ലോ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഏറ്റവും ഷോക്കിംഗ് ആയിട്ടൊരു സംഭവമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ആയതാണ്. വീട്ടിലാണെങ്കിലും ഞാനാ മൂത്തത്. പിന്നെ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ കുട്ടി എന്നുള്ള ഒരു കാത്തിരുന്ന് വന്നതാണ്. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. പിന്നെ പ്രഷ്യസായിട്ട് പിന്നെ വന്നതാണ്. ഉരുളി കമഴ്ത്തി ഉണ്ടായതാ ഞാൻ. അത് പക്ഷെ ശരിക്കും ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നെയാണ്. ആദ്യത്തെ തവണ എന്ന് പറയുന്നത് തന്നെ ഷോക്കാണ്. പക്ഷെ 2 തവണ അത് സംഭവിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഫാമിലി എങ്ങനെ നിങ്ങൾ അത് അഭിമുഖീകരിച്ചു? അതല്ല, നമ്മൾ അത്രയും വർഷം കഴിഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. ആൾക്കാരുടെ ചോദ്യങ്ങൾ ഉണ്ട്. അങ്ങനെ കുറെ ഇത് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി സംഭവിക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു കേട്ടോ. നമുക്ക് ഇത് ഇവിടെ കയ്യിലേക്ക് ജീവനോടെ കിട്ടുന്നവരെ നമുക്ക് ടെൻഷനാണ്. കാരണം ഇത് എന്താണ്, നമ്മുടെ പ്രശ്നമാണോ ദൈവത്തിന്റെ ഇതാണോ ഒന്നും അറിയത്തില്ല. അപ്പം കയ്യിൽ കിട്ടി, കണ്ട മൂക്കിണ്ട എല്ലാം ഉണ്ടാന്നൊക്കെയുള്ള ഒരു കൈ കിട്ടിയിട്ട് എല്ലാ ഓർഗൻസും ഓക്കെ അല്ലേ എന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ഒത്തിരി നേർച്ചയൊക്കെ നേർന്നു കഴിഞ്ഞിട്ട്. ഒത്തിരി നേർച്ച, ഒത്തിരി പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടു. സന്തോഷമായി ഒത്തിരി.
എന്ന് പറഞ്ഞാൽ കുഞ്ഞാവയും ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരാളാണ്. ഞങ്ങൾ വെറുതെ അല്ല ഭാര്യ വന്നറിയപ്പെടുന്നതിലും കൂടുതൽ ഇപ്പൊ ഞങ്ങൾ ഇവരുടെ അച്ഛനും അമ്മയും എന്നറിയുന്നതിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ ഇവള് മൂവിയിൽ വന്നു, സ്നേഹിച്ച് കൊന്നുണ്ടാവല്ലോ അച്ഛനും അമ്മയും കൂടിയിട്ട്. അത് അതിന്റെ അഹങ്കാരം എനിക്കില്ല. അല്ല ഇല്ല പൊങ്ങുന്നതിൻ്റെ അല്ല. അന്ന് ഇപ്പൊ അന്ന് ഈ സമയത്ത് നമുക്ക് ഈ ക്യാമറ എന്ന് പറഞ്ഞ ഡിജിറ്റൽ ക്യാമറയൊന്നും ഇല്ല. അന്ന് ഈ 36 ഫിലിം റോൾ ചെയ്തിട്ട് അത് വാഷ് ചെയ്യുന്ന ഒരു ചെറിയ ക്യാമറയുണ്ട്. അന്ന് ഇവളുടെ ചെറുപ്പത്തിലെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ ഇവളുണ്ടായി വന്ന സമയത്തേക്ക് അതൊക്കെ മാറി. മൊബൈലും വന്നിട്ട് എന്താ കാര്യം, വന്നാലും ഒന്നുമില്ല. കുഞ്ഞാവേ എന്നിട്ട് പണിയെടുക്കാൻ നീയും. പിന്നെ ഇവളെ ജനിച്ചു വന്നപ്പോഴേക്കും ഡിജിറ്റൽ ക്യാമറ ഒക്കെ അതല്ല, ഇവളുണ്ടായി പിറ്റേ കൊല്ലം തന്നെ, അതായത് ഇവർക്ക് 1.25 വയസ്സ് ആയപ്പോഴേക്കും വീണ്ടും പ്രഗ്നന്റ് ആയി. അപ്പൊ പിന്നെ ഇവളിലും അപ്പൊ ഇവളെയും നോക്കണം ഇവളെയും നോക്കണം. അപ്പൊ പിന്നെ നോക്കിയേക്കാന്ന് ഇവര് കുശുമ്പ് കൊടുത്തമ്മ പറയും എനിക്ക് എന്നോടാ സ്നേഹം ഉണ്ട് ആടുവിനും അമ്മയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അത് എന്റെ നോക്കിക്കേ എന്റെ ഫോട്ടോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കാണിക്കും. സമയത്ത് നമ്മൾ ഇവളൊന്ന് ഇരുന്നാ ഫോട്ടോ എടുക്കും, അങ്ങോട്ട് തിരിഞ്ഞാ ഫോട്ടോ എടുക്കും, എല്ലാ സമയം നമ്മൾ ഓരോ മൂവ്മെന്റ് ഫോട്ടോ എടുക്കും. പക്ഷെ രണ്ടാളും കൂടി വന്നപ്പോ നമുക്ക് അതിനുള്ള ഒരു ഷെൽഫ് തുറന്നാ മൊത്തം ആൽബം അവളുടെ, എന്റെ ഒരു പടം ഞാൻ തപ്പി കിടക്കണം. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങളൊക്കെ സിൽവർ സ്ക്രീനിലൊക്കെ ഉണ്ടെങ്കിലും മിനി സ്ക്രീനിലുണ്ടെങ്കിലും ഫാൻസ് കൂടുതൽ അച്ഛനാന്നുള്ള ഒരു പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. അത് എവിടെ ചെന്നാലും ഉണ്ടല്ലോ, ഇങ്ങനെ അമ്മയുടെ ആടും ഇങ്ങനെ ഒരുമിച്ചൊക്കെ നടന്നു പോവാണെങ്കിൽ അമ്മേനെ മൈൻഡ് ചെയ്യില്ല. ആൾക്കാർക്ക് വന്നിട്ട് സജീവ് മാഷല്ലേ സജീവ് മാഷല്ലേ, അപ്പൊ അമ്മ സൈഡിൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഞാനും കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ആ ഷോയിൽ ഉണ്ടായിരുന്ന സമയത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഡാഡ് ഇപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഒരു ചേഞ്ചും ഇല്ല. അന്ന് ഇത്ര മുടി ഉണ്ടായില്ല, വണ്ണം ഉണ്ടായില്ല. ഇപ്പൊ വണ്ണം വെച്ച് മുടി വെച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അഹങ്കാരം വെച്ചിട്ടുണ്ട് അവൾക്ക് ഇച്ചിരി. അതെ. പക്ഷെ ഇപ്പം ഇവിടെ എന്താണെങ്കിലും ഇപ്പോൾ പാലയിലൊരു ഇതിൽ റിപ്പീറ്റ് ചെയ്യാണ് മെഡിസിൻ്റെ. അവിടെ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും തന്നെ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇവരൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്, ഏവു കുഞ്ഞാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊതുവേ എന്താ പറയുക, മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ അവർ നമ്മൾ തിരിച്ചറിയുന്നു. അതൊരു സന്തോഷമല്ല. ഇപ്പോൾ JP തന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ. പക്ഷെ പലർക്കും ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സ്ട്രൈക്ക് ആവില്ല. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് 12 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു സമയം. സ്റ്റിൽ യു റെക്കഗ്നൈസ് എന്ന് പറയുമ്പോൾ എത്ര അധികമാണ് അവരുടെ മനസ്സിൽ കയറിയിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം വന്നത്, ഞാൻ ഡൽഹിയിൽ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് കേരള ഹൗസിൽ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. അപ്പോൾ മലപ്പുറത്തുനിന്ന് കുറേ കുട്ടികൾ, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുറേ കുട്ടികൾ അവിടെ ടൂർ വന്നു കഴിഞ്ഞിട്ട് അവരിങ്ങനെ പോയി എന്നെ നോക്കി, 2 പേര് നോക്കി, 3 പേര് നോക്കി. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇവർ വന്ന്, നമ്മുടെ പുറത്ത് പോയിട്ട് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർ എല്ലാവരും ഓടി വന്നു. അപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ എന്നോട് വന്നിങ്ങനെ പറയാം. അപ്പോൾ അതൊരു എന്താ പറയുക, ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോഴും അങ്ങനെ തന്നെ. അത് എന്തായാലും ഈ ഒരു ഷോയിൽ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വരുമോ, നിങ്ങൾ ഞങ്ങളെ വിളിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഫെയിം തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും. ഞങ്ങൾക്ക് അതിൽ വന്നതോടുകൂടി ഭയങ്കര കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അതിലൊന്നാണ് ആ നിൽക്കുന്നത് ഏറ്റവും വലിയ. സാബുവിനൊക്കെ അവിടെ പ്രോപ്പർട്ടി ഉണ്ട് അവർ കുളമാവില്. ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങളുടെ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് സ്ഥലം വാങ്ങി. ഇപ്പൊ ഇവൻ കുളമാവുകാരാണ് ശരിക്കും. അതൊരു വലിയ സന്തോഷം. ഉയരയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് ആ സിനിമ മലയാളക്കര ശരിക്കും ആഘോഷിച്ചൊരു സിനിമയാണ്, ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സിനിമയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അപ്രീസിയേഷൻ? എസ്പെഷ്യലി അതിൻ്റെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വളരെ ആപ്റ്റായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നൊരു സമയം കൂടിയായിരുന്നു. അത് ഞാൻ 9th പഠിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ശരിക്കും NCC RDC ക്യാമ്പ് കഴിഞ്ഞ് വന്ന വഴിക്ക് തന്നെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് ശരിക്കും ഇവരിങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഈ മറ്റേ മീംസ് ഒക്കെ വരില്ലേ, ട്രോളൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് ആപ്റ്റ് എനിക്കിപ്പോഴും ലൈക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ചായ ഉണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞ് ഞാനും ഇങ്ങനെ ഓക്കെ കുറച്ച് ചായ ഉണ്ട്. പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മെയിൻ കാരണം അമ്മയുടെ ആടും തന്നെയാണ്. ലൈക്ക് അവർ ഇതിൽ വന്നു, അങ്ങനെ എനിക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് കുഞ്ഞാവ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാനും അമ്മയുടെ ആടും കൂടെ പോയിണ്ടായി. അപ്പം അവിടെ ഒരു ചേട്ടൻ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു പാർവതിയുടെ കട്ടുണ്ട്, അഭിനയിക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പം നമ്മളിങ്ങനെ പോയി കണ്ടു, നമ്മൾ ഒരു സീനൊക്കെ ചെയ്തു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം കാണുന്നു, അങ്ങനെ. ഞങ്ങൾ RTC റിപ്പിളിയുടെ ക്യാമ്പ് ഡൽഹിയിൽ ആയിരിക്കുന്ന സമയത്താണ് ഇവളുടെ ഡേറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ വിളിച്ചു. ഇവർ സെറ്റ് ഇട്ടിരിക്കുകയായിരുന്നു, ഫ്ലൈറ്റിൻ്റെ സെറ്റാണ്. അപ്പോൾ അത് അവർക്ക് അഴിക്കണം.
അപ്പോൾ ഇവിടെ വരണമെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ വരുന്നെങ്കിൽ ഒരു 5 ഡേയ്സും കൂടി ആവും. അപ്പോൾ അത്രയും വെക്കാൻ പറ്റില്ല. എന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ അയച്ചിട്ട് ഞാൻ എയർപോർട്ടിൽ കൊണ്ടുപോയി കയറ്റി വിടാം. അപ്പോൾ അവൾ ആദ്യമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് ഫ്ലൈറ്റിന് ഇവിടെ വന്നത്. അത് ഉയരെ പോലൊരു പടത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമല്ലോ ഫ്ലൈറ്റ്. അതല്ലേ അതിന്റെ ഒരു ഭംഗി. ജീവിതത്തിലും ആ ഒരു ക്യാരക്ടർ അവള് അങ്ങനെ തന്നെ പോയി എന്നല്ലേ. വെരി ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ടുള്ള ഹൗ വാസ് ലൈഫ് ആഫ്റ്റർ ദാറ്റ് ഉയരേക്ക് ശേഷം? ഉയരെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല, ചെറിയൊരു പോർഷൻ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ അവിടെ ബ്രില്യൻറ്റിൽ ചെയ്യുമ്പം ആൾക്കിങ്ങനെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഈവൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കും ആ കുട്ടിയല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് സീരിയൽ ചെയ്തു. അപ്പം എല്ലാരും ഇങ്ങനെ ചോദിക്കുമ്പോ ഒരു സന്തോഷം ഉണ്ട്. ആ സന്തോഷം മുഖത്ത് വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് പറയാതെ തന്നെ ഒരു ഫുൾ സെലിബ്രിറ്റി ഫാമിലി അങ്ങ് മാറിയല്ലേ? ഉറപ്പായിട്ടും. നിങ്ങൾ ഈ 4 പേരും കൂടി പെർഫോമൻസ് എപ്പോഴാണ് അപ്പൊ ഒന്ന് കാണാൻ പറ്റും? എല്ലാ സെലിബ്രിറ്റി ഫാമിലി അത് കുഞ്ഞാ വന്നായിട്ട് പാട്ട് പാടും. ഒരുമിച്ച് 4 പേരും കൂടി ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന എന്താണ് നമുക്ക് കിട്ടുക? ഡാൻസ് ആയിരിക്കുള്ളൂ. ഡാഡു സൂപ്പർ ആയിട്ട് ഡാൻസ് അങ്ങനെ പറഞ്ഞത്. സൂപ്പറായിട്ട് ഡാൻസ് കളിക്കും എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്നാ ഡാൻസ് പെർഫോമൻസ് അവരും കൂടെ ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. പ്രേക്ഷകർ ഇതിന്റെ ഇടയിൽ ഒരു ഗെയിം കളിച്ചിരുന്നു. അവരിൽ നിന്നും ആരാണ് വിജയിച്ചതെന്ന് അറിയാനുള്ള സമയമാണ്. അപ്പോൾ പ്രേക്ഷകർ മത്സരിച്ച പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രേക്ഷകരിൽ നിന്നും വിന്നർ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. തത്സമയം മത്സരിച്ചതിൽ പ്രേക്ഷകരിൽ നിന്നും വിജയിയായിരിക്കുന്നത് വിന്നർ ഈസ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നർ. ഈ ഒരു വിജയെ കൂടാതെ 10 പേർക്ക് പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ബസിംഗ ആപ്പ് നോക്കിയാൽ മതി. ആമസോൺ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് കളക്ട് ചെയ്തത് എത്ര എണ്ണമാണ് എന്ന് അറിയാനുള്ള സമയമാണ്. നോട്ട് ബാഡ്, 55 ടിക്കറ്റ്സ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നോട്ട് ബാഡ്. പൊതുവെ ബസിംഗ ഫ്ലോറിൽ കളക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടിക്കറ്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. റൗണ്ട് 3 ബസിംഗ ലേലം റൗണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഓഡിയൻസും നമ്മുടെ സബു ബ്രോ ആൻഡ് ഫാമിലിയും എല്ലാവരും കൂടിയുള്ള മത്സരമാണ്. റെഡിയല്ലേ? റെഡിയാണോ? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബസിംഗ ലേലം റൗണ്ടിൽ നിങ്ങൾ 2 പേര് വേഴ്സസ് അവർ 10-30 പേര് മത്സരിച്ച ഈ ഗെയിമിൽ ആരാണ് വിജയിച്ചത് എന്നറിയാനുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് മറ്റാർക്കുമല്ല, മാർഗരറ്റ് സിമി. അപ്പൊ ഒരു ടെലിവിഷനും കൊണ്ടുപോയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഇനി പ്രേക്ഷകർ ഇതേ സെയിം ഗെയിം കളിക്കാൻ പോകുകയാണ്. ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ മത്സരിക്കുന്നത് നോക്കാം. ആൻഡ് ദ പ്രൊഡക്റ്റ് ഇസ്, നിങ്ങൾക്ക് 3 മിനിറ്റ് ഉണ്ട്. എത്ര തവണ വേണമെങ്കിലും സിംഗിൾ ബിഡ് ചെയ്യാം. അപ്പോൾ ഓരോ തവണ ബിഡ് ചെയ്തിട്ടും വേറെ ആരും ചിന്തിക്കാത്ത ആ ഒരു എമൗണ്ട് ആവണേ എന്ന് വിചാരിച്ചിട്ട് ബിഡ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ്.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു ഗംഭീര പെർഫോമൻസ് കണ്ട സ്ഥിതിക്ക് ഇവരെ നമ്മൾ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. ഒരിക്കലും അല്ല. അല്ല, നിങ്ങൾ രാത്രി മുഴുവൻ പ്രാക്ടീസ് ആണെങ്കിൽ ഇവര് രാവിലെ മുഴുവൻ പ്രാക്ടീസ് ഒരാഴ്ച മുമ്പായിരിക്കും അപ്പൊ രാത്രി വരെ ചെയ്യണ്ടല്ലോ. ഒരാഴ്ച ഇല്ലടാ, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇല്ല. സാംശേട്ടന് ഞാൻ എത്ര ദിവസം അറിയാം വിളിക്കണത് എന്തെങ്കിലും. ഇല്ല അവരൊന്നും പറഞ്ഞൊന്നുമില്ല. നമ്മൾ എന്തിനാ ഇതൊക്കെ പഠിച്ചോണ്ടിരിക്കണം? ഞാൻ കളിക്കൂല. അതിന്റെ അല്ലെന്ന് നമ്മളൊരു നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടത്. വെറുതെ ഇവിടെ വന്ന് ചെയ്തിട്ട് വെറുതെ കോപ്രായം കാണിക്കണ പോലൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? കണ്ടാ, കോൺഫിഡൻസ് ഇല്ല എന്നിൽ. കണ്ണിന് ഒരു വിങ്ങലുണ്ടെന്ന് മാത്രം. ഉറക്കം നിന്ന് മക്കളെ, അതല്ല ഞാൻ നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല. കറക്റ്റ് ആയിട്ട് പറ. കള്ളമില്ല. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്ത്? എത്ര ദിവസം പ്രാക്ടീസ്? അവൻ ഒന്ന്. സത്യം പറഞ്ഞ് രാവിലെ തുടങ്ങി പ്രാക്ടീസ്. ഇന്ന് രാവിലെ. കണ്ട, അതാണ്. താങ്ക് യു മക്കളെ. റേഷൻ കട പോലെയൊക്കെയാണ് കുറച്ചിട്ട്. അപ്പൊ എന്തായാലും ഇവരുടെ ഇനി അടുത്തത് നമ്മളുടെ ഈ ഒരു ടീമിന്റെ സാബു ബ്രോ ആൻഡ് ടീമിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. വെൽക്കം ടു ദ ഫ്ലോർ. വെൽക്കം ബാക്ക് ടു ബസിംഗ ഫാമിലി ഫെസ്റ്റിവൽ കോ-പവർഡ് ബൈ ചുങ്കത് ജ്വല്ലേഴ്സ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു മനോഹരമായ മത്സരം നിങ്ങൾ കളിച്ചിരുന്നു. നിങ്ങൾ പ്രേക്ഷകരിൽ നിന്നും ആരാണ് വിജയിച്ചത് എന്നറിയാനുള്ള സമയമാണ്. ആൻഡ് ദ വിന്നർ ഈസ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നർ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നമ്മളെ ഇത്രയും എൻ്റർടൈൻ ചെയ്തതിന്, പ്രേക്ഷകർക്ക് ഇത്രയും മനോഹരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചത്. ഇതേപോലെ മനോഹരമായ ഫാമിലീസുമായി ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഇറ്റ്സ് GP സൈനിങ് ഓഫ് ബസിംഗ ഫാമിലി ഫെസ്റ്റിവൽ കോ-പവർഡ് ബൈ ചുങ്കത് ജ്വല്ലേഴ്സ്.